നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ദിനം തൊട്ട് ഇങ്ങോട്ടേക്ക് വിവാദങ്ങളുടെ ഒരു കുത്തൊഴുക്കായിരുന്നു. വിവാദങ്ങൾക്കുള്ള മറുപടികളും ഇലക്ഷൻ ദിനത്തിലടക്കം വിവാദങ്ങൾ കൊഴുത്തു നിൽക്കുകയായിരുന്നു. ഇപ്പോഴിതാ നാളെ വിധി വരാൻ പോവുകയാണ്. നിലമ്പൂരിലെ പുതിയ MLA നാളെ ജനം അറിയും. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും വാശിയേറിയ ഒരു മത്സരമാണ് നിലമ്പൂരിൽ നടന്നത് എന്നുള്ളതിൽ തർക്കമില്ല. ഏതായാലും ആ വാശിയുള്ള പോരാട്ടത്തിനപ്പുറം ആര് വിജയിക്കും, ആര് ഇനി നിലമ്പൂരിനെ നയിക്കും എന്നുള്ളതാണ് പ്രധാനമായും അറിയേണ്ടത്. അതിനി വളരെ കുറച്ചു മണിക്കൂറുകളുടെ മാത്രം കാത്തിരിപ്പാണ് ബാക്കിയുള്ളത്. ഒരുപക്ഷെ എല്ലാവരും പ്രതീക്ഷയിലാണ്. LDF-ഉം പ്രതീക്ഷയിലാണ്, UDF-ഉം പ്രതീക്ഷയിലാണ്, അൻവറിനും പ്രതീക്ഷയുണ്ട്. അങ്ങനെ എല്ലാവരും പ്രതീക്ഷയിൽ തന്നെ നിൽക്കുന്ന ഒരു കാര്യമാണ് ഉള്ളത്. ഏതായാലും ആർക്കായിരിക്കും ഈ ജനവിധി അനുകൂലമാകുക എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യമായി നിൽക്കുന്നു. ഏതായാലും ഇനി നമുക്കതിന് കാത്തിരിക്കാനുള്ളത് മണിക്കൂറുകൾ മാത്രമാണ്. 8 മണിക്ക് തന്നെ വോട്ടെണ്ണൽ തുടങ്ങും. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. രാവിലെ 7:30 സ്ട്രോങ് റൂം തുറക്കും. അതിനുശേഷം ആദ്യം എണ്ണുക പോസ്റ്റൽ ബാലറ്റുകളാണ്. പോസ്റ്റൽ ബാലറ്റുകൾ 1402 എണ്ണമാണ് ഉള്ളത്. അതിനുശേഷം ഏതാണ്ട് 8:10 കൂടിയായിരിക്കും EVM-ലെ വോട്ടുകൾ എണ്ണിത്തുടങ്ങുക. അതോടുകൂടി ഏതാണ്ട് 8:15 കൂടിയൊക്കെ ആദ്യ ഫലസൂചനകൾ പുറത്തേക്ക് വരികയും ചെയ്യും. ആദ്യം എണ്ണുക വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിലെ വരുന്ന ബൂത്തുകളാണ്. അങ്ങനെ അതിനുശേഷം മൂത്തേടമെണ്ണും, എടക്കര, പോത്തുകല്ല്, അതുപോലെ തന്നെ ചുങ്കത്തറ, നിലമ്പൂർ മുനിസിപ്പാലിറ്റി, കരുളായി, അമരമ്പലം എന്നീ പഞ്ചായത്തുകളിലെ ബൂത്തുകളും എണ്ണും. അങ്ങനെ 19 റൗണ്ടുകളാണ് എണ്ണുക. ഏതാണ്ട് വഴിക്കടവും അതുപോലെ തന്നെ മൂത്തേടവും ഒക്കെ UDF-ന്റെ ഏറ്റവും ശക്തി കേന്ദ്രങ്ങൾ തന്നെയാണ്. അവിടെ വലിയ പ്രതീക്ഷ UDF-ന് ഉണ്ട്. അതുപോലെ തന്നെ എടക്കരയിലും വലിയ പ്രതീക്ഷ UDF വെച്ചു പുലർത്തുന്നുണ്ട്. LDF-നെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും ശക്തി കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് അമരമ്പലവും അതുപോലെ തന്നെ കരുളായുമാണ്. നിലമ്പൂർ മുനിസിപ്പാലിറ്റിയും വലിയ പ്രതീക്ഷ LDF-നെ സംബന്ധിച്ചുണ്ട്. ഇവിടെ മുന്നേറ്റം ഉണ്ടാക്കിയാൽ ഒരുപക്ഷെ ജയിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് LDF-ഉം വിചാരിക്കുന്നത്. ഏതായാലും UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് 10,000 മുതൽ ഏതാണ്ട് 15,000 വരെ വോട്ടിന്റെ ഭൂരിപക്ഷമാണ് UDF പ്രവചിക്കുന്നത്. അവർ 5,000-ന് മുകളിൽ എന്തായാലും ഭൂരിപക്ഷം കടക്കുമെന്നുള്ള ആത്മവിശ്വാസം UDF-നുണ്ട്. അതേസമയം 2,000 വോട്ടുകൾ വരെ ഒരു ഭൂരിപക്ഷത്തിൽ LDF സ്ഥാനാർത്ഥിയായ M സ്വരാജ് ജയിച്ചു കയറും എന്നുള്ളതാണ് LDF ക്യാമ്പിന്റെ ആത്മവിശ്വാസം. ഏതായാലും നേരത്തെ PV അൻവർ പറഞ്ഞിട്ടുള്ളത് 75,000 വോട്ടുകളൊക്കെ പിടിക്കുമെന്നാണ്. ഏതായാലും അങ്ങനെ ഉണ്ടാവില്ല. ഒരുപക്ഷെ 10,000-നും 20,000-നും ഇടയിലൊക്കെ PV അൻവർ വോട്ട് പിടിക്കും. അൻവർ പിടിക്കുന്ന വോട്ട് ആർക്കായിരിക്കും തിരിച്ചടിയാവുക, അല്ലെങ്കിൽ ആർക്കായിരിക്കും ഗുണം ചെയ്യുക എന്നുള്ളതാണ് അറിയേണ്ടത്. ഏതായാലും 10 മണിയോടുകൂടിയൊക്കെ തന്നെ ഒരു കൃത്യമായ ചിത്രം വ്യക്തമാകും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ VV പ്രകാശ് അൻവർ മത്സരം വളരെ ശക്തിയേറിയ ഒരു മത്സരമാണ് ഉണ്ടായിരുന്നത്. ആദ്യഘട്ടത്തിൽ PV അൻവർ മുന്നിട്ട് നിന്നു. പിന്നീട് അടുത്ത റൗണ്ടുകളിലേക്ക് പോകുമ്പോൾ VV പ്രകാശ് മുന്നിട്ട് നിന്നു. അങ്ങനെ അവസാനം LDF-ന്റെ ഈ ശക്തി കേന്ദ്രങ്ങളായ അമരമ്പലം, അതുപോലെ തന്നെ കരുളായി അടക്കമുള്ള നിലമ്പൂർ മുനിസിപ്പാലിറ്റി അടക്കമുള്ള ബൂത്തുകളിലേക്ക് എണ്ണി എത്തിയപ്പോഴാണ് PV അൻവർ ജയിച്ചു കയറിയത്. ഏതാണ്ട് 2,700-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമാണ് PV അൻവറിന് ഉണ്ടായിരുന്നത്. ഏതായാലും അതിനപ്പുറത്തേക്ക് ഈ LDF-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ കൂടി കടന്നു കയറാൻ UDF-ന് കഴിയുമെന്നുള്ള ആത്മവിശ്വാസം തന്നെയാണ് അവർക്ക് ഉള്ളത്. ഏതായാലും BJP-യും കഴിഞ്ഞ തവണ പിടിച്ച വോട്ടുകൾ ഏതാണ്ട് 8,500 വോട്ടുകളുണ്ട്. അത് പിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ BJP ക്യാമ്പും പുലർത്തുന്നുണ്ട്. ഒരുപക്ഷെ ഈ ക്രിസ്ത്യൻ വോട്ടുകളടക്കം തങ്ങൾക്ക് അനുകൂലമാകും. കാരണം അത്തരമൊരു സ്ഥാനാർത്ഥിയാണ് ഇത്തവണ മോഹൻ ജോർജിനെയാണ് ഇറക്കിയിരിക്കുന്നത്. ക്രിസ്ത്യൻ വോട്ടുകൾ നിർണായകമായൊരു മണ്ഡലം കൂടിയാണ്. മലയോര ക്രിസ്ത്യാനികൾ ഒരുപാടുള്ള മണ്ഡലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ നിന്നുള്ള വോട്ടുകൾ, ക്രിസ്ത്യാനികളുടെ വോട്ടുകളടക്കം ലഭിക്കുമെന്ന പ്രതീക്ഷ BJP ക്യാമ്പിനുമുണ്ട്. ഏതായാലും ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രമാണ് ഈ സസ്പെൻസ് പൊളിയാനായിട്ടുള്ളത്. ഏതായാലും വോട്ടെടുപ്പിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു. ഇനി ആർക്കൊപ്പമായിരിക്കും നിലമ്പൂർ നിൽക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്ത ഒരു തെരഞ്ഞെടുപ്പാണ് കടന്നുപോയത്. ജമാഅത്തെ ഇസ്ലാമി ബന്ധവും വന്യജീവി പ്രശ്നവും അതുപോലെ തന്നെ RSS CPIM-ന്റെ ബന്ധവും അടക്കം അങ്ങനെ വിവിധ വിഷയങ്ങൾ, വിവാദ വിഷയങ്ങൾ അടക്കം
ചർച്ച ചെയ്ത ഒരു തെരഞ്ഞെടുപ്പാണ് നടന്നത്. ഏതായാലും ഒരു രാഷ്ട്രീയ പോരാട്ടമാണ് നടന്നതെന്ന് LDFും UDFും പറയുന്നുണ്ട്. ഏതായാലും ആ രാഷ്ട്രീയ പോരാട്ടത്തിൽ ആർക്കൊപ്പമാണ് വിജയം എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്.